ഹായ് ഹലോ. അപ്പോ തമ്പനിയിൽ കണ്ടല്ലോ. ശരിക്കും അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫേസ്ബുക്കും ഇങ്ങനെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്താ ന്യൂസ് ഉള്ളത് എന്നുള്ളത്, ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിട്ടുള്ള എന്തൊക്കെയുണ്ടെന്ന് നോക്കിയത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ കണ്ടത്. ബ്രെയിൻ സ്കാൻ കഴിഞ്ഞു, ഹൻസികയ്ക്ക് ബാധിച്ച ആ രോഗം, വീണ്ടും ആശുപത്രിയിൽ കണ്ണീരിലായി കുടുംബം. അപ്പം ബ്രെയിൻ സ്കാൻ കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അതെന്തായിരിക്കും സംഭവം? ഹൻസികയ്ക്ക് എന്തെങ്കിലും വലിയ രോഗമുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ തോന്നി കേട്ടോ. അപ്പൊ ജസ്റ്റ് ആ പേജിൽ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ. ഹൻസികയെ കുറിച്ച് തന്നെയാണ് ആവേശം തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിന്റെ ഇളയ മകളായ ഹൻസിക കൃഷ്ണയെ. 19കാരിയായ ഹൻസിക ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും ലൂക്ക എന്ന സിനിമയിൽ അഹാനയുടെ കുട്ടിക്കാലം ചെയ്താണ് ഹൻസിക സിനിമയിൽ ഹരിശ്രീ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഹൻസികയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കാര്യം എനിക്കറിയില്ല. എന്നിട്ട് ലൂക്ക സിനിമയിലാണ് അഹാനയുടെ കുട്ടിക്കാലമായിട്ട് അഭിനയിച്ചിട്ടാണ് ഹൻസിക സിനിമയിൽ ഹരിശ്രീ കുറിച്ചത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഹൻസിക. തന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ച് എത്താറുമുണ്ട്. അത് നമുക്കറിയാം. അവരുടെ പേജ് എടുത്ത് നോക്കുമ്പോൾ തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് ആയാലും യൂട്യൂബ് ചാനൽ ആയാലും അവരുടെ ഫേസ്ബുക്ക് പേജ് ആയാലും എവിടെ നോക്കിയാലും വീട്ടിലുള്ള എല്ലാ വിശേഷങ്ങളും അവര് പൊതുസമൂഹത്തോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഹൻസിക മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. കോവിഡ് കാലത്താണ് ചേച്ചിമാരുടെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഹൻസികയും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അപ്പം പാത പിന്തുടർന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഫാമിലിയിൽ യൂട്യൂബ് ചാനലിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഹൻസികയും ആ ഒരു കോവിഡ് കാല സമയത്താണ് തുടർന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 8 ലക്ഷത്തിനടുത്താണ് താരപുത്രിയുടെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ഹൻസികയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു ടീം തന്നെയാണ് നമ്മുടെ ഹൻസിക. ഇപ്പോഴിതാ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട ഒരു പോസ്റ്റ് ആണ് ചർച്ചയാകുന്നത്. അപ്പം നേരത്തെ നമ്മൾ കണ്ട തംബ്നെയിലിന്റെ ഹെഡിങ് ഇല്ലേ, അപ്പൊ അതിന്റെ വിശദീകരണമായിട്ട് താഴെ വരുന്നുണ്ട്. പേഷ്യന്റ് ഗൗൺ ധരിച്ച് കയ്യിൽ കനുലയുമായി നിൽക്കുന്ന ഹൻസികയാണ് ചിത്രങ്ങളിൽ കാണുന്നത്. MRI സ്കാനിന് വിധേയമായപ്പോൾ താരപുത്രി പകർത്തിയതാണ് ചിത്രങ്ങൾ. MRI സ്കാനിങ് കഴിഞ്ഞു, പക്ഷെ ഞാൻ ഓക്കെയാണ് ഗൈസ് എന്ന് കുറിച്ചുകൊണ്ടാണ് സ്കാനിങ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹൻസിക പങ്കുവച്ചത്. എന്നാൽ എന്താണ് അസുഖം എന്നൊന്നും ഹൻസിക വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം എന്താണ് അസുഖം എന്നുള്ള കാര്യം ഇവിടെ ഹൻസിക പറയുന്നില്ല. അത് പറയാതെയാണ് ഈ ഒരു ന്യൂസ് ഇങ്ങനെ വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് എന്ത് പറ്റിയെന്ന് തിരക്കി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൻസുവിന് എന്ത് പറ്റി? സ്നേഹത്തോടെ വിളിക്കുന്നതാണ് ഹൻസു. MRI സ്കാൻ ചെയ്ത് മാത്രം എന്ത് സംഭവിച്ചു, എന്താണ് അസുഖം, എല്ലാം കൃത്യമായി പറയുന്ന വീഡിയോ ഇടൂ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളിലൂടെ വിശേഷങ്ങൾ തിരക്കുന്നത്. എന്നാൽ നമ്മളിത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് വീഡിയോ ഇവരുടെ ഇത് തന്നെയായിരിക്കും. ഇനി ഹൻസുവിന് എന്താ സംഭവിച്ചതു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരെ ത്രില്ലടിപ്പിക്കുക, സസ്പെൻസിലിടുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, അപ്പൊ അത് തന്നെയായിരിക്കും ഇവിടെ പ്രയോഗിച്ചത്. നിസ്സാര എന്തെങ്കിലും അസുഖമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കപ്പിന് പോയതായിരിക്കും. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ആകാംക്ഷയോട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടൊന്നും ഹൻസിക ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിനു മുൻപ് ഹൻസിക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്റെ കുട്ടിക്കാലത്തെ ഒരു അസുഖത്തെക്കുറിച്ചും ഹൻസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ്. കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് 1.5 വയസ്സിൽ ഹൻസികയ്ക്കുള്ളതായിട്ട് തിരിച്ചറിഞ്ഞതും പിന്നീട് 2-3 വർഷം ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷമാണത്രേ അസുഖം ഭേദമായത്. 1.5 വയസ്സുള്ളപ്പോഴാണ് ഹൻസുവിന് അസുഖം പിടിപെട്ടതും. നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഹൻസിക. ഈ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം എന്താണെന്നല്ലേ നിങ്ങൾക്ക് സംശയം? അത് വൃക്കകളെ ബാധിക്കുന്ന ഒരുതരം അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്ന് ധാരാളം പ്രോട്ടീനുകൾ അമിതമായിട്ട് മൂത്രം വഴി നഷ്ടപ്പെടും. സാധാരണയായി 1 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ ഒരു അസുഖം ബാധിക്കാറുള്ളതും അപൂർവമായി മുതിർന്നവരെയും ഈ ഒരു അസുഖം ബാധിക്കാറുണ്ട്. ഈ അസുഖം മൂലം താൻ അന്ന് മുഖത്തൊക്കെ നീര് വന്ന്
ചൈനീസ് ലുക്കുള്ള കുട്ടിയായിരുന്നു എന്ന് ഹൻസിക പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ ചൈനീസ് ലുക്കുള്ള ഒരു കുട്ടിയെ പോലെയൊക്കെ തോന്നിയിരുന്നു എന്നൊക്കെ അന്ന് ഹൻസിക തന്നെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ ചികിത്സിച്ചതും അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചത് കൊണ്ട് മാത്രമാണ് ഹൻസു ഓക്കെ ആയതും. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത്. വളരെ കഷ്ടപ്പെട്ട് ഒരു ലോങ് ജേർണി ആയിരുന്നു അത്. 3-3.5 വർഷം എടുത്തു ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ലോങ് ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു ഈ ഒരു അസുഖത്തിന് ഭേദമാവാൻ എടുത്ത സമയം. മെഡിസിൻസ് തുടർന്ന് 4 വർഷത്തോളം എടുത്തു. ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ഓക്കെയാണ്. അനന്തപുരി ഹോസ്പിറ്റലിലെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസു പറയാറുള്ളത് എന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത്. അപ്പൊ ഇത്രയുമായിരുന്നു ആ ഒരു പേജിൽ കിടന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഹൻസുവിനെ ബ്രെയിൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഹെഡിങ് കൊടുത്തിരുന്നല്ലോ. അപ്പൊ നമുക്കറിയാം കൃഷ്ണകുമാറിന്റെ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് കൃഷ്ണകുമാർ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ 4 മക്കളും ഭാര്യയും ഇവർക്കെല്ലാവരും വീട്ടിൽ ഓരോ യൂട്യൂബ് ചാനലും ഉണ്ട്. അതുപോലെ തന്നെ ദിയ കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഈ അടുത്തുണ്ടായ ഒരു ജുവലറി ഇഷ്യൂ, അത് നമ്മളെല്ലാവരും അറിഞ്ഞൊരു സംഭവം തന്നെയല്ലേ. അത് ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായതും ദിയ കൃഷ്ണയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദിയയുടെ അമ്മയായ സിന്ധു കൃഷ്ണ രംഗത്ത് വന്നതും അവർ യൂട്യൂബേഴ്സിനെ ഒന്നടങ്കം അടിച്ചാക്ഷേപിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വൈറലായ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും ഹൻസികയ്ക്ക് എന്താണ് സംഭവിച്ചതും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ള കാര്യം ഹൻസികയുടെ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകരിൽ ഏറെ പേരും വെയിറ്റിംഗിലാണെന്നറിയാം. എന്തായാലും നമുക്ക് ആ വീഡിയോ കാത്തിരുന്ന് കാണാം.